പാലക്കാട് ചിറ്റൂർ പുഴയിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. കരക്കെത്തിച്ച വിദ്യാർത്ഥി മരിച്ചു. ഗൗതം എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. രണ്ടാമത്തെ വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. ചിറ്റൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ചിറ്റൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അല്പസമയം മുൻപാണ് 2 വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്, അല്ലെങ്കിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടത്. അതിലൊരു വിദ്യാർത്ഥി ഇപ്പോൾ മരിച്ചു, പുറത്തെടുത്ത ഒരു വിദ്യാർത്ഥി മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ സങ്കടകരമായ വാർത്ത വന്നിരിക്കുന്നത്. ചിറ്റൂർ പുഴയിലെ വിളയോടി ഭാഗത്താണ് ഇത്തരത്തിൽ ഓടയിൽ ചിറ്റൂർ പുഴയിലെ ഓടയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു ഈ ശ്രീ ഗൗതം എന്ന കോയമ്പത്തൂർ കറുപ്പം കോളേജിലെ വിദ്യാർത്ഥിയാണ്. 19 വയസ്സ് ഈ വിദ്യാർത്ഥിക്ക് യുവാവിനുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്, മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. 10 അംഗ സംഘമാണ് ഈ മേഖലയിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയത്. അതിൽ പുഴയിലിറങ്ങരുത്, കുളിക്കരുത് എന്ന കർശനമായ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാർ പക്ഷേ ഈ മേഖലയിൽ സ്ഥിരമായി കുളിക്കുന്നതൊക്കെയാണ്, അവർക്ക് സ്ഥിരം പരിചയമുള്ള പുഴയാണ് ആ മേഖല. എന്തായാലും ഒരു വിദ്യാർത്ഥി ഇപ്പോഴും ഓടയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവിടെ സ്കൂബ സംഘങ്ങളും നാട്ടുകാരും ഒക്കെ ആ ഓടയിൽ തിരച്ചിൽ നടത്തി. പക്ഷേ ആ ഓടയിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പുഴയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റിടങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കാനാണ് നീക്കം. എന്തായാലും ഒരു വിദ്യാർത്ഥി, അത് വേദനാജനകമായ വാർത്തയാണ്. കോയമ്പത്തൂർ കറുപ്പം കോളേജിലെ മാനേജ്മെന്റ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. 19 വയസ്സുള്ള ശ്രീ ഗൗതം മരിച്ചിരിക്കുന്നു എന്ന വേദനാജനകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്.